നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാം. ഹലോ, അപ്പോൾ ഇന്ന് ഒരു നൈറ്റ് കുക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽസ് ഒന്നുമില്ല, ആകെ ഒരു ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. പിന്നെ ഇതാ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ഇതാ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് എൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും 2 വാക്ക്. അരിഞ്ഞ കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞോ. ഹലോ ഗൈസ്, ഷോർട്സിൽ നിന്ന് നേരെ ഞാൻ ലോങ് വീഡിയോയിലോട്ടേക്ക് ഒരു ചാട്ടം വെച്ചെടുക്കുവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ബോറായോ ഇഷ്ടമായോ എന്തായാലും സത്യം പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ രാത്രി കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴേ ഓർത്തു എന്തായാലും ഇന്ന് ലോങ് വീഡിയോ എടുത്തേക്കാം എന്ന്. ഞാനിവിടെ എൻ്റെ ഓൺ വോയിസ് അതേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്ത് TV ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതോ പാട്ട് പ്ലേ ചെയ്തേക്കുവാണ്. അപ്പം കോപ്പിറൈറ്റ് ആവണ്ട എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ എന്താണ്ടൊക്കെയോ ബ്ലാ 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 സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ കറി കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഈ കറി മാത്രം വെച്ചാൽ മതി, പക്ഷേ കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെജ് കറിയും കൂടി, വെജിറ്റേറിയൻ എന്തെങ്കിലും സാധനം കൂടി ഉണ്ടാക്കും. എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കും. പണ്ടൊന്നും ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് കുറച്ച് കോൺഫിഡൻസോടെ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണ് ഈ ചിക്കൻ കറി. അമ്മ പറഞ്ഞു തന്ന റെസിപ്പി തന്നെയാണ്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചി എനിക്കിപ്പോഴും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഈ ചിക്കൻ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിലും കൂടുതലായിട്ട് വീട്ടിൽ ആരെങ്കിലും വന്നാൽ നല്ല കോൺഫിഡൻസോടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതും ഈ ഒരു കറി തന്നെയാണ്. ഇവിടെ ഒരാൾ എന്നെ ആത്യന്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പം ഞാൻ അവിടെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയും വീഡിയോ എടുക്കുന്നതിനെ പറ്റിയും നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നതിനെ പറ്റിയും ഘോര പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, കഴിക്കണം, അതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം 8:30 ആയി. അപ്പോൾ പിന്നെ ഇനി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഞാൻ കാര്യമായിട്ട് റെസിപ്പി ഒന്നും കാണിക്കാത്തത്, വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടാക്കിയത്. അതാണ് ഞാൻ റെസിപ്പി ഇടാത്തത്. പിന്നെ വ്ളോഗ്, ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ആദ്യമായിട്ട് ആരെങ്കിലും അവിടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് സിമ്പിളായിട്ടുള്ള ഡിന്നറല്ലേ! ആരാ ഇത്രയും സിമ്പിളായിട്ടുള്ള ഡിന്നർ ഇഷ്ടപ്പെടാത്തത്? എന്തൊക്കെ പറഞ്ഞാലും പലതരത്തിലുള്ള പല കളറിലുള്ള നമ്മുടെ കേരള സ്റ്റൈൽ ഊണ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല. എനിക്ക് മാത്രമാണോ ഇനിയിപ്പോൾ അങ്ങനെ? ഇനിയിപ്പോൾ നാളെ ലഞ്ചിന് വേറെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. ഇന്ന് ഇത്രയും അധ്വാനിച്ചതല്ലേ, അപ്പം നാളെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ശരി, ഞങ്ങൾ പോയി കഴിക്കട്ടെ. ആഹാ, എന്താ പ്ലേറ്റ് അല്ലേ! ഞാൻ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് എനിക്ക് ഈ ടേസ്റ്റ് എന്തൊക്കെയായിരിക്കും എന്നെനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കണ്ടല്ലോ എന്നാണ് ഞാൻ അവിടെ പറയുന്നത്. കോപ്പിറൈറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ വോയിസ് കട്ട് ചെയ്തത്. അപ്പം ശരി, വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇടണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ കൂടുതൽ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ വ്ളോഗിങ്ങും അതേപോലെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ കാണാം. ബൈ ബൈ.